ഘടകകക്ഷികൾക്കിടയിലെ കടുത്ത ഭിന്നതയ്ക്കിടെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഡൽഹിയിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ എത്തി. അതേസമയം തന്നെ പിണറായിക്കെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ കേരളത്തിലെത്തി. പറഞ്ഞത് ശുദ്ധ നുണയെന്ന് ജോൺ ബ്രിട്ടാസ് MP. കോൺഗ്രസിന്റെ സമീപനത്തിൽ കടുത്ത അതൃപ്തിയെന്നും ജോൺ ബ്രിട്ടാസ്. വിവരങ്ങളുമായി ആദർശ് TS ചേരുകയാണ്. ആദർശ്, മഹാസഖ്യം എന്നൊക്കെ പറഞ്ഞ് വന്നവരാണ് ഇപ്പോൾ അവർക്കിടയിൽ അടി തീർക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. ഇപ്പോൾ യോഗം തുടങ്ങിയിട്ടുണ്ടോ? രാഖി, പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ നടക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പല സഖ്യകക്ഷികൾക്കും കോൺഗ്രസിനോടുള്ള അതൃപ്തി മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇടത് പാർട്ടികൾക്ക് CPM-ഉം CPI-യും അടങ്ങുന്ന ഇടത് പാർട്ടികൾ അവർ രൂക്ഷമായ ഭാഷയിലാണ് കോൺഗ്രസിനെ വിമർശിക്കുന്നത്. ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കാകട്ടെ കോൺഗ്രസ് രാജ്യസഭാ സീറ്റിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഏകപക്ഷീയമാണെന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അങ്ങനെ ഈ സഖ്യത്തിൽ 23 പാർട്ടികൾ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുമ്പോഴും ഇതിലുള്ള സ്വാധീനമുള്ള പാർട്ടികളൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ നിലപാടുകളോട് കടുത്ത എതിർപ്പാണ് പ്രകടിപ്പിക്കുന്നത്. DMK ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യം അടക്കം ചർച്ചയാക്കുമെന്ന് ഇടത് പാർട്ടികൾ പറഞ്ഞിട്ടുമുണ്ട്. ഇത്രയും എതിർപ്പ് ഇടത് പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉയർത്തിയ ഒരു സാഹചര്യം, പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന വിമർശനമടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു കടുത്ത അതൃപ്തി തന്നെയാണ് ഇടത് പാർട്ടികൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട് ഇടത് പാർട്ടികളുടെ നേതാക്കളുമായി സംസാരിക്കാമെന്ന് അവരെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ മുന്നണിക്കുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്നത് വളരെ കടുത്ത പ്രതിസന്ധി തന്നെയാണ്. പശ്ചിമബംഗാളിൽ തിരിച്ചടി നേരിട്ട മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിൻ്റെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് തയ്യാറായതുപോലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാകേണ്ടതാണ്. എന്നാൽ മറ്റ് ഘടകകക്ഷികളിൽ നിന്നുണ്ടാകുന്ന വലിയ എതിർപ്പും കോൺഗ്രസിൻ്റെ നിലപാടുകൾക്കെതിരെയുള്ള അതൃപ്തിയും ഒക്കെ കോൺഗ്രസിനെ കടുത്ത പ്രതിസന്ധിയിൽ കൊണ്ടുവന്നെത്തിക്കുകയാണ്. ഒപ്പം തന്നെയാണ് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് DMK പിന്മാറുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരികയും അവർ യോഗത്തിലേക്കില്ല എന്ന് ഔദ്യോഗികമായിട്ട് അറിയിക്കുകയും ചെയ്തത്. അതെല്ലാം കടുത്ത ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ് കോൺഗ്രസിനെ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഡൽഹിയിൽ യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ എത്തുന്ന നേതാക്കളെയൊക്കെ സ്വാഗതം ചെയ്തത് ഈ സഖ്യത്തിൻ്റെ തന്നെ നേതാക്കൾക്കിടയിലുള്ള അഭിപ്രായ ഭിന്നത വ്യക്തമാക്കുന്ന ബോർഡുകളാണ്. ഡൽഹിയിലെ പലയിടങ്ങളിലും അത്തരത്തിലുള്ള ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ തമ്മിലടിക്കുന്ന നേതാക്കൾ എങ്ങനെ ഒറ്റക്കെട്ടായി ഇരിക്കുന്നു എന്ന അടക്കമുള്ള ചോദ്യങ്ങൾ ഈ ബോർഡുകളിലുമുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യം സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധി തന്നെയാണ് അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ യോഗം ഒരുപക്ഷേ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാവിയിൽ നിർണായകമാകുന്നത്. ഇനി ഈ കൂട്ടായ്മ മുന്നോട്ട് പോകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷേ ഈ യോഗത്തോടു കൂടിയായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലെത്തുക. രാഖി.